റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സാംസ്കാരിക വകുപ്പല്ല എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. SPIO ആണ് പുറത്തുവിടേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് ഇന്ന് തരാം എന്ന ഉറപ്പ് എവിടെ നിന്നാണ് നമ്മളടക്കമുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, സാംസ്കാരിക വകുപ്പ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ ഒരു വിവരമോ കൈമാറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാൻ പറയുന്നത്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇത്തരത്തിലൊരു വിവരം നൽകേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം അവരാണ് അത്തരത്തിലൊരു മറുപടി നൽകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്നുള്ള ചില വ്യക്തികളുടെ താല്പര്യം മാത്രമാണുള്ളത് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, ചിലർ ഈ റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ കോടതിയിൽ അടക്കം പോകുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ചില വ്യക്തികൾ മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് സർക്കാർ. അതിനുവേണ്ടി അടുത്ത മാസം ഒരു കോൺക്ലേവ് അടക്കം കൊച്ചിയിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടി സാംസ്കാരിക വകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ ഇതിൽ യാതൊരുവിധ ബന്ധവുമില്ല അല്ലെങ്കിൽ റോളില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടേണ്ടതില്ല. നമുക്കറിയാം, ഇന്ന് റിപ്പോർട്ടർ TV അടക്കം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷണർ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം, പ്രത്യേക ദൂതൻ മുഖേന കത്തയക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു നിയമകാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ സാംസ്കാരിക വകുപ്പിനോട് അല്ലെങ്കിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് അത്തരം ഒരു റിപ്പോർട്ട് തേടേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് മന്ത്രി. ഒപ്പം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും ഒരു ആവശ്യം. ഇതിൽ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള മൊഴിയുള്ളതായി തങ്ങൾക്ക് വിവരമില്ല, തനിക്ക് വിവരമില്ല, അത്തരം ഈ റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല താൻ എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കടക്കം ഏതെങ്കിലും രീതിയിൽ ചൂഷണം നേരിട്ടതായി ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഒരു സംഘത്തിൽ നിന്നോ നേരിട്ടതായി ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിൽ സാംസ്കാരിക വകുപ്പിന് ഒരു രീതിയിലുള്ള റോളും ഇല്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തുവിടേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്.